നമസ്കാരം. അങ്ങനെ നെയ്യാറ്റിങ്കര ആറാലമ്മൂട് ഗോപൻ സ്വാമിയുടെ രണ്ടാം സമാധി പൂർത്തിയായിരിക്കുന്നു. ഒരാളിൻ്റെ വിശ്വാസപ്രകാരം, ജീവിച്ചിരുന്നതോ മരിച്ചതോ ആയ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരുടെ വിശ്വാസപ്രകാരം, ഹിന്ദു വിശ്വാസപ്രകാരം യാതൊരു കർമ്മങ്ങളും യാതൊരു ചിട്ടകളും നടത്താൻ കഴിയില്ല എന്ന രീതിയിൽ, അല്ലെങ്കിൽ നടത്താൻ സമ്മതിക്കില്ല എന്ന രീതിയിലും ട്രോളുകൾ വരുന്നുണ്ട്. പല ആളുകളുടെയും കമന്റുകൾ നോക്കിയാൽ ഇത് മനസ്സിലാക്കാൻ കഴിയും. വീട്ടുകാരുടെ അറിവില്ലായ്മയും മറ്റു പലരുടെയും വർഗീയ വിഷം കലർത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങളും ഒക്കെ വിവാദമാക്കിയെങ്കിലും ഹൈന്ദവ സംസ്കാരത്തിന്റെ ഭാഗമായി ഇങ്ങനെ സമാധി അടയാനുള്ള അവകാശം ഉണ്ടെന്നും അത് നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുമുള്ള വാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇന്ന് ആഘോഷിക്കപ്പെടുന്ന പല ദൈവങ്ങളുടെയും പല ആൾ ദൈവങ്ങളുടെയും ചരിത്രം ഇന്നലെ ഇങ്ങനെയൊക്കെ ആയെന്ന് വരാം. എന്തായാലും ഗോപൻ സ്വാമിയുടെ മക്കൾ അവരുടെ പിതാവിനെ കൃത്യമായി സമാധിയിരുത്തി അതൊരു ക്ഷേത്രമാക്കി മാറ്റി ചരിത്രം സൃഷ്ടിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടിടത്തു നിന്നും പുറകോട്ട് പോയിട്ടില്ല. വലിയ ജനക്കൂട്ടമായിരുന്നു വാസ്തവത്തിൽ നെയ്യാറ്റിങ്കര നിംസ് ആശുപത്രിയിൽ ഒരു പെട്ടിയാട്ടോയിൽ കാഷായ വസ്ത്രങ്ങളിൽ പൊതിഞ്ഞ് സമാധിയിരുത്തി ഗോപൻ സ്വാമിയെ ആറാലമ്മൂട് വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒപ്പം നീങ്ങിയത്. മാത്രമല്ല, നിംസ് ആശുപത്രി പരിസര പ്രദേശം മുതൽ വഴിയരികിൽ ധാരാളം ആളുകൾ കാഴ്ചക്കാരായും എത്തി നിന്നിരുന്നു. അവരെല്ലാവരും ശിവനാമം ഉച്ചരിച്ചുകൊണ്ട് നമശിവായ ചൊല്ലിക്കൊണ്ടായിരുന്നു നാമജപജാഥ നടത്തിയത്. അങ്ങനെ ആറാലമ്മൂട് വീട്ടിൽ എത്തുന്നു. വലിയ ചടങ്ങുകളോടെ സമാധി ഒരുക്കുന്നു. ഒരുപാട് പേർ ഇതിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. എല്ലാവരും തന്നെ ഭക്തരായിരുന്നു. ഒന്നിലധികം സന്യാസിമാരും ഈ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുത്തു എന്നത് ശ്രദ്ധേയമാണ്. ആദ്യത്തെ ചടങ്ങ് സംഭവിക്കുമ്പോൾ ആരും അറിഞ്ഞില്ല. അതീവ രഹസ്യമായാണ് അത് ചെയ്തിരുന്നത്. ബ്രഹ്മശ്രീ ഗോപൻ സ്വാമി സമാധിയായി എന്ന് നോട്ടീസ് അടിച്ചു വയ്ക്കുമ്പോൾ മാത്രമാണ് അറിയുന്നതും പിന്നീട് വിവാദമാകുന്നത്. ആദ്യം ഒരാൾക്ക് കഷ്ടിയിരിക്കാൻ പറ്റുന്ന ഒരിടം മാത്രമായിരുന്നു സമാധിക്കായി കുഴിച്ചതെങ്കിൽ, അവിടെയായിരുന്നു കർപ്പൂരവും ഭസ്മവും ഒക്കെ നിറച്ചതെങ്കിൽ, ഇന്നലെ വലിയ ഒരു സമാധി തറ തന്നെയാണ് പണിതത്. ആ സമാധി തറയിലേക്ക് 3 പേർ ഇറങ്ങി ഗോപൻ സ്വാമിയുടെ മൂത്ത മകനും ഇളയ മകനും അടക്കം വലിയ ചടങ്ങുകളോടെ, ദീർഘനേരം നീണ്ട വലിയ ചടങ്ങുകളോടെ, സന്യാസി വര്യന്മാരുടെ മന്ത്രോച്ചാരണങ്ങളോടെയാണ് വാസ്തവത്തിൽ സമാധി ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. എന്തായാലും ഇപ്പോൾ ഈ സമാധി ചടങ്ങുകൾ, മഹാസമാധി ചടങ്ങുകൾ ഇപ്പോൾ നടക്കുകയാണ്. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളും ചർച്ചകളുമാണ് ഉയർന്നു വന്നിരുന്നത്. നിരവധി പോലീസ് ഉദ്യോഗസ്ഥരും SP ഉൾപ്പെടെയുള്ള കളക്ടർ, സബ് കളക്ടർ, SP എന്നിങ്ങനെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരും മറ്റു ഭരണാധികാരികളും എല്ലാവരും തന്നെ കൂടിച്ചേർന്ന ഒരു സമാധി ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അതായത് മഹാസമാധി ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് ഇവർ വിശേഷിപ്പിക്കുന്നത്. എന്തായാലും കേരളത്തിൽ ഇത്തരത്തിൽ ഒരു മരണം വിവാദമായതിനു ശേഷം ഇത്തരത്തിൽ ഒരു നിരവധി ഉദ്യോഗസ്ഥർ പങ്കെടുത്ത സമാധി ചടങ്ങ് ഉണ്ടോ എന്നതിൽ സംശയമുണ്ട്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഗോപൻ സ്വാമിയെ തേടി ഭക്തർ എത്തിയെന്ന് വരാം. ഒരുപക്ഷെ 50 വർഷമോ 100 വർഷമോ ഒക്കെ കഴിയുമ്പോൾ ഗോപൻ സ്വാമി കേരളത്തിലെ ഒരു വലിയ ആത്മീയ പുരുഷനായി എന്നും വരാം. എന്തായാലും ഇത് നമ്മുടെ വൈവിധ്യമാർന്ന ഹൈന്ദവ സംസ്കാരത്തിന്റെയും ഭാരത സംസ്കാരത്തിന്റെയും ഭാഗം തന്നെയാണ്. ഇതൊക്കെ ആർക്കും ദോഷം ചെയ്യാത്തിടത്തോളം കാലം, സിവിൽ നിയമങ്ങൾ പാലിക്കപ്പെടുന്നിടത്തോളം കാലം ആരും അതിലൊന്നും ബഹളപ്പെടേണ്ട കാര്യമില്ല. വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള അതിർവരമ്പുകൾ നമ്മൾ തന്നെ തീരുമാനിക്കേണ്ട കാലഘട്ടത്തിൽ ഇതൊക്കെ നമ്മുടെ വൈവിധ്യങ്ങളുടെ ഭാഗമായി കരുതി നമുക്ക് ആശ്വസിക്കാം.